പൃഥു മഹാരാജാവ് തുടരുകയാണ്. ബ്രഹ്മജ്ഞാനികളായ ഉത്തമ ബ്രാഹ്മണരുമായുള്ള നിത്യസംബന്ധം കൊണ്ടും ആഹാരം, ധനം, ഉപഹാരങ്ങൾ തുടങ്ങിയവ നൽകി അവരെ സേവിക്കുന്നത് കൊണ്ടും ഭഗവാനെ പ്രസാദിപ്പിക്കാം. അങ്ങനെ പ്രസാദിക്കുന്ന സർവേശ്വരനിൽ നിന്ന് വിപ്രസേവ ചെയ്യുന്നവർക്ക് സകല സന്താപഹരമായ പരമപുരുഷാർത്ഥം സിദ്ധിക്കും. ഇതിലും വലിയൊരു യജ്ഞം എന്താണുള്ളത്? ദേവമുഖമായ അഗ്നിയിൽ അർപ്പിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ബ്രാഹ്മണമുഖത്തിൽ അർപ്പിക്കുന്നത്. ഇവിടെ ബ്രാഹ്മണൻ, വിപ്രൻ തുടങ്ങിയുള്ള പദങ്ങളൊക്കെ, വാക്കുകളൊക്കെ നമ്മൾ സാധാരണയായി ധരിച്ചു വച്ചിരിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ പറഞ്ഞതിൻ്റെ പൊരുള് കിട്ടുകയില്ല. ഇത് ഒരു ജാതിയെ പറ്റിയോ ഒന്നുമുള്ള പരാമർശമല്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിഞ്ഞയാള്, അറിയാൻ വേണ്ടി ശ്രമിക്കുന്നയാള്. വിപ്രൻ സ്വാധ്യായം ചെയ്യുന്ന ആള്, വേദപാരായണാത് വിപ്ര, വേദപാരായണം ചെയ്യുന്ന, അതായത് സ്വാധ്യായം ചെയ്യുന്ന ആൾ, ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവർ, അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിനെ ബ്രാഹ്മണർ എന്ന വിഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ധരിച്ചാൽ ഇതിൻ്റെ അർത്ഥം പിടികിട്ടുകയില്ല. അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളുകയും ചെയ്യാം. ബ്രഹ്മജ്ഞാനികളായ ഉത്തമ ബ്രാഹ്മണരുമായിട്ടുള്ള, അവിടെ എടുത്തു പറയുന്നുണ്ട് ബ്രഹ്മജ്ഞാനികളാണ്. ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണ, ബ്രഹ്മത്തെ അറിഞ്ഞയാള്. അങ്ങനെയുള്ള, അതായത് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ആൾക്കാർ, വളരെ അപൂർവമായിരിക്കും ഈശ്വര സാക്ഷാത്കാരം കിട്ടിയവർ. അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ആരെയെങ്കിലും നമുക്കറിയാമെങ്കിൽ അവരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മജ്ഞാനികളായ ഉത്തമ ബ്രാഹ്മണരുമായുള്ള നിത്യസംബന്ധം കൊണ്ടും ആഹാരം, ധനം, ഉപഹാരങ്ങൾ തുടങ്ങിയവ നൽകി അവരെ സേവിക്കുന്നത് കൊണ്ടും ഭഗവാനെ പ്രസാദിപ്പിക്കാം. കാരണം ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി തീരും. അപ്പം ബ്രഹ്മജ്ഞാനിയായ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈശ്വരനാണ്. അപ്പോൾ അദൃശ്യനായ ഈശ്വരനെ പ്രസാദിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നതിലും എളുപ്പമാണ് വ്യക്തമായ ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ അപൂർവമായിട്ടേ സാക്ഷാത്കാരം കിട്ടിയവരെ നമുക്ക് ജീവിതത്തിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ ഇത് ചെയ്യണ്ട, അറിഞ്ഞാൽ എന്നാണ്. ബ്രഹ്മജ്ഞാനികളായ ഉത്തമ ബ്രാഹ്മണരുമായിട്ടുള്ള നിത്യസംബന്ധം കൊണ്ടും, അവരുമായിട്ടുള്ള നിത്യസംബന്ധം, കാന്തമായിട്ടുള്ള നിത്യസംബന്ധം കൊണ്ട് ഇരുമ്പും കാന്തമായി തീരുന്നത് പോലെ ഇതുപോലെ ഉള്ള ആൾക്കാരുമായിട്ടുള്ള നിത്യസംബന്ധം നമ്മളിലുള്ള മാലിന്യങ്ങളെ, മലത്രയങ്ങളെ, ആണവ, മായിക, കാർമ്മിക മലങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കി നമ്മളെ പരിശുദ്ധമായ പരമ്പൊരുളിലേക്ക് എത്തിക്കും. അവരുമായിട്ടുള്ള നിത്യസംബന്ധം കൊണ്ടും അവർക്ക് ആഹാരം, ആവശ്യത്തിനുള്ള ധനം, ഉപഹാരങ്ങൾ തുടങ്ങിയവ നൽകി അവരെ സേവിക്കുന്നതുകൊണ്ടും. അവർക്ക് സത്യത്തിൽ ബ്രഹ്മജ്ഞാനികൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വേണം എന്ന ഒരു താല്പര്യം ഉണ്ടാവുകയില്ല. പെട്ടെന്നൊരു ഉദാഹരണം മനസ്സിലേക്ക് വരുന്നത് രമണ മഹർഷിയാണ്. രമണ മഹർഷിയെ സേവിക്കുവാൻ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ സേവിച്ചവർക്കെല്ലാം ഓരോ തലങ്ങളിലേക്ക്, ആധ്യാത്മികതയുടെ വിവിധ തലങ്ങളിലേക്ക്, അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള തലങ്ങളിലേക്ക് കയറി പോകുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള ഒരു വഴി ഇതാണ്: ബ്രഹ്മജ്ഞാനികളായ ഉത്തമ ബ്രാഹ്മണരെ സേവിക്കുക. അങ്ങനെ പ്രസാദിക്കുന്ന സർവേശ്വരനിൽ നിന്ന് വിപ്രസേവ ചെയ്യുന്നവർക്ക് സകല സന്താപഹരമായ പരമപുരുഷാർത്ഥം സിദ്ധിക്കും. അങ്ങനെ അവരെ സേവിച്ചാൽ, ബ്രഹ്മജ്ഞാനികളായവരെ ബ്രഹ്മജ്ഞാനികളാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെയല്ല, ശരിക്കുമുള്ള ബ്രഹ്മജ്ഞാനികളെ. അതെങ്ങനെയാണ് നമുക്കറിയാൻ സാധിക്കുക? വെയിലത്തിറങ്ങി നിന്നാൽ ചൂടെടുക്കുന്നുണ്ട് എന്ന് എങ്ങനെയാ അറിയാൻ സാധിക്കുന്നത്? മഴയത്തിറങ്ങി നിന്നാൽ നനയുന്നുണ്ട് എന്ന് എങ്ങനെയാ അറിയാൻ സാധിക്കുന്നത്? മഞ്ഞത്ത്
തണുക്കുന്നുണ്ട് എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? അതേപോലെ നമുക്കിതും അറിയാൻ സാധിക്കും. അറിയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടി വരികയാണെങ്കിൽ അത് ശരിക്കുമുള്ളത് അല്ല. മഞ്ഞത്തിറങ്ങി നിന്നിട്ട് തണുപ്പുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നമ്മളെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല എന്നാണ്. വെയിലത്തിറങ്ങി നിന്നിട്ട് ചൂടുണ്ടോ, മഴയത്തിറങ്ങി നിന്നിട്ട് നനയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മഴ നനയുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ ശരിക്കും നനയുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ അവരുടെ സാന്നിധ്യത്തിലെത്തിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇരുമ്പ് കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ എത്തിയാൽ അത് കാന്തമാണ് എന്ന് എപ്രകാരമാണോ ഇരുമ്പിന് അറിയാൻ സാധിക്കുന്നത്, ഇരുമ്പിന് മാത്രമല്ല തുരുമ്പിനും അറിയാൻ സാധിക്കുന്നത് അതുപോലെ. അങ്ങനെ പ്രസാദിക്കുന്ന സർവേശ്വരനിൽ നിന്ന് വിപ്രസേവ ചെയ്യുന്നവർക്ക് സകല സന്താപഹരമായ പരമപുരുഷാർത്ഥം സിദ്ധിക്കും. ഇതിലും വലിയ ഒരു യജ്ഞം എന്താണുള്ളത്? പ്രത്യക്ഷമായിട്ടുള്ള ഒരു യജ്ഞമാണ്. ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഒരാളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷനായിരിക്കുന്ന ഈശ്വരനെ സേവിക്കുന്നത് പോലെ തന്നെയാണ്. ദേവമുഖമായ അഗ്നിയിൽ അർപ്പിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ബ്രാഹ്മണ മുഖത്തിൽ അർപ്പിക്കുന്നത്. ദേവമുഖമായ അഗ്നിയിലേക്ക് നമ്മൾ അർപ്പിക്കുമ്പോൾ അദൃശ്യരായവർക്കാണ് നമ്മുടെ ത്യാഗം ചെയ്യുന്നത്. നേരെ മറിച്ചിട്ട് പ്രത്യക്ഷമായി നിൽക്കുന്ന ബ്രാഹ്മണ മുഖത്തിൽ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഒരാളിലേക്കാണ് നമ്മുടെ ഈ ത്യാഗം ചെല്ലുന്നതെങ്കിൽ അത് പ്രത്യക്ഷമായിട്ടുള്ള അനുഭവം ആണ്. ദേവന്മാരുടെ നാമങ്ങളും രൂപങ്ങളും സങ്കല്പിച്ചുകൊണ്ട് ബ്രാഹ്മണ മുഖങ്ങളിൽ ബഹുമാന പുരസരം സമർപ്പിക്കുന്ന ഭക്ഷ്യപേയ പദാർത്ഥങ്ങളുടെ രൂപത്തിലുള്ള ഹവിസ് സർവശക്തനായ ഭഗവാൻ എപ്രകാരം സ്വീകരിക്കുന്നുവോ അതേ രീതിയിൽ ചേതനാശൂന്യമായ അഗ്നിയിൽ അർപ്പിക്കുന്ന പദാർത്ഥങ്ങളെ അവിടുന്ന് സ്വീകരിക്കുന്നില്ല. കാരണം പരമഹംസ പദവിയെ അലങ്കരിക്കുന്ന ഉത്തമ ദ്വിജന്മാർ ജഗതീശ്വരനായ ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെ ശരിക്കും അറിഞ്ഞവരാകുന്നു. ചൈതന്യരഹിതമായ അഗ്നിക്ക് അതറിയാൻ കഴിയുന്നതല്ല. പരമഹംസന്മാർ ഭഗവാന്റെ സ്വരൂപം തന്നെയുള്ളവരാകയാൽ അവരോട് കാണിക്കുന്ന ആദരം ഭഗവാനെ ആദരിക്കുന്നതിന് സമം തന്നെ. ദേവന്മാരുടെ നാമങ്ങളും രൂപങ്ങളും സങ്കല്പിച്ചുകൊണ്ട് ബ്രാഹ്മണ മുഖങ്ങളിൽ ബഹുമാന പുരസരം സമർപ്പിക്കുന്ന ഭക്ഷ്യപേയ പദാർത്ഥങ്ങളുടെ രൂപത്തിലുള്ള ഹവിസ് സർവശക്തനായ ഭഗവാൻ എപ്രകാരം സ്വീകരിക്കുന്നുവോ, ഇത് മനുഷ്യരെ ഈശ്വരനായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ചാണ് പറയുന്നത്. ബ്രാഹ്മണരെ അവരെ ഭൂസുരന്മാർ എന്നും വിളിക്കും. അവരെ ഈശ്വരനായി കണ്ടുകൊണ്ട്, ഈശ്വര സാക്ഷാത്കാരം കിട്ടിയവരെ, അവരെ ദേവന്മാരുടെ വിവിധ നാമങ്ങളും രൂപങ്ങളും അവരിൽ സങ്കല്പിച്ച് അവരെ ആരാധിക്കുക. ഇത് വേദത്തിൽ മാത്രമൊന്നുമല്ല ഉള്ളത്. ഇത് വൈദികമായ ചടങ്ങ് മാത്രമല്ല, ഇത് താന്ത്രികമായ ചടങ്ങിലും ഉണ്ട്. തന്ത്രത്തിലെ അതിഗോപ്യമായിട്ടുള്ള പല സാധനകളിലും മനുഷ്യരെ ഈശ്വരനായി സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യരെ അല്ല, ഈശ്വരോന്മുഖരായി ചരിക്കുന്ന ഉയർന്ന തലത്തിലുള്ള മനുഷ്യരെ, അവരെ ഈശ്വരനായി സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് ചെയ്യുന്ന ആരാധന അത് സർവശക്തനായ ഭഗവാൻ സ്വീകരിക്കും. ദേവന്മാരുടെ ഈ സമ്പ്രദായങ്ങളെല്ലാം മനുഷ്യനെ ഈശ്വരനായി സങ്കല്പിച്ച് ഈശ്വരനായി കരുതിക്കൊണ്ട് പൂജിക്കുന്ന സമ്പ്രദായം ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെയുള്ള ഓരോ മനുഷ്യരും ഇവിടെയുള്ള ഓരോ വസ്തുക്കളും ആരാധനായോഗ്യമാണ്. കാരണം എല്ലാത്തിലും ഒന്നൊഴിയാതെ എല്ലാത്തിലും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു. ഈ ബോധം നമ്മുടെ മഹർഷിമാർക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്തിനേയും ഏതിനേയും ആരെയും
ആരാധിക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഈ ആൾ ദൈവം എന്നുള്ള സങ്കല്പങ്ങളൊക്കെ സെമിറ്റിക് മതാധിഷ്ഠിതമാണ്. മനുഷ്യരെ ദേവനായിട്ട് കാണാൻ സാധിക്കുമോ? മനുഷ്യര് ദൈവമാകുമോ? ദൈവം മനുഷ്യനാകുമോ? ഈ ചോദ്യങ്ങളൊന്നും ഭാരതീയ സംസ്കൃതിയുടെ പശ്ചാത്തലത്തില് ഈ ചോദ്യങ്ങളൊന്നും പ്രസക്തമല്ല. ഞാനും നിങ്ങളും ഒക്കെ ഈശ്വര സ്വരൂപികളാണ്. നമ്മൾ മനുഷ്യരല്ലേ, ആൾക്കാർ അല്ലേ? അപ്പൊ നമ്മൾ ഓരോരുത്തരും ആൾ ദൈവം അല്ലേ? നമ്മൾ ആരെയെങ്കിലും ഈശ്വരനായിട്ട് കണ്ട് ആരാധിച്ചാൽ അതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? എനിക്ക് കല്ലിനെ ഈശ്വരനായിട്ട് കണ്ട് ആരാധിക്കാം, എനിക്ക് അഗ്നിയെ ഈശ്വരനായിട്ട് കണ്ട് ആരാധിക്കാം, എനിക്ക് മലകളെ ഈശ്വരനായി കണ്ട് ആരാധിക്കാം, എനിക്ക് നദികളെ ഈശ്വരനായി കണ്ട് ആരാധിക്കാം, ചെടികളെയും വൃക്ഷങ്ങളെയും ഈശ്വരനായി കണ്ട് ആരാധിക്കാം, മൃഗങ്ങളെ ഈശ്വരനായി കണ്ട് ആരാധിക്കാം. എങ്കിൽ എനിക്ക് എന്തുകൊണ്ട് മനുഷ്യരെ ഈശ്വരനായി കണ്ട് ആരാധിച്ചുകൂടാ? ആനകളെ ഗണപതിയായി കണ്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് പരിചിതമാണ്. ആനകളെ ഗണപതിയായി കണ്ട് ആരാധിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മനുഷ്യരെയും അതേപോലെ ആരാധിച്ചുകൂടാ? അതുകൊണ്ട് നമ്മുടെ സംസ്കൃതിയുമായിട്ട് വലിയ പരിചയമൊന്നുമില്ലാത്ത ആധുനിക പരിഷ്കാരികളെന്ന് സ്വയം അഭിമാനിക്കുന്ന, ബുദ്ധിജീവികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, പുരോഗമനവാദികളെന്ന് സ്വയം പറയുകയും അവരുടെ ശിങ്കിടികളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ജൽപ്പനം മാത്രമാണത്. അത് പുറം കൈകൊണ്ട് തള്ളിക്കളയേണ്ടതാണ്. അതൊക്കെ സെമിറ്റിക് മതാധിഷ്ഠിതമായിട്ടുള്ള ചിന്തകളാണ്. ഭാരതീയ സംസ്കൃതിയിൽ ഇതിനെല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം വരും, ഉയർന്ന ജാതിക്കാരെ മാത്രമല്ലേ അങ്ങനെ പൂജിക്കാറുള്ളൂ? അല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും ഈശ്വരനായി കണ്ട് പൂജിക്കാനുള്ള വിധി നമ്മുടെ സംസ്കൃതിയിൽ ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് അന്യമല്ല. ദേവന്മാരുടെ നാമങ്ങളും രൂപങ്ങളും സങ്കല്പിച്ചുകൊണ്ട് ബ്രാഹ്മണ മുഖങ്ങളിൽ ബഹുമാന പുരസ്സരം സമർപ്പിക്കുന്ന ഭക്ഷ്യപേയ പദാർത്ഥങ്ങളുടെ രൂപത്തിലുള്ള ഹവിസ് സർവശക്തനായ ഭഗവാൻ എപ്രകാരം സ്വീകരിക്കുന്നുവോ അതേ രീതിയിൽ ചേതനാശൂന്യമായ അഗ്നിയിൽ അർപ്പിക്കുന്ന പദാർത്ഥങ്ങളെ അവിടുന്ന് സ്വീകരിക്കുന്നില്ല. ഈശ്വര സാക്ഷാത്കാരം കിട്ടിയവർ പൂർണ്ണ ചൈതന്യവത്തായവരാണ്. ആ ചൈതന്യം അഗ്നിക്കില്ല, ആ ചൈതന്യം കല്ലിൽ കൊത്തിയ ബിംബത്തിനില്ല, ആ ചൈതന്യം മരത്തിൽ കൊത്തിയ ബിംബത്തിനില്ല, ആ ചൈതന്യം വാൽക്കണ്ണാടികൾക്കില്ല. അതിലേക്ക് നമ്മൾ സങ്കല്പിച്ച് ചൈതന്യം പകരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പകർന്ന് ചൈതന്യത്തെ വരുത്തി ആരാധിക്കുന്നതൊക്കെ ഭേദതലത്തിലുള്ള ആരാധനയാണ്. അപ്പം അഗ്നിക്ക് ഈ പറയുന്ന പരമമായ ചൈതന്യമില്ല. അതിൻ്റെ പ്രകാശം കണ്ടിട്ട് അതിന് ചൈതന്യമുണ്ട് എന്ന് ധരിക്കേണ്ട. അത് അചേതനമായതാണ്. അഗ്നി അചേതനമായതാണ്. അതിനെ ചൈതന്യവത്താക്കുന്നത് ഹോമാചാരങ്ങളിലൂടെയാണ്. ഹോമാചാരത്തിലൂടെ ചൈതന്യവത്കരിക്കപ്പെട്ട അഗ്നിയിലേക്കാണ് ഹോമിക്കുന്നത്. അപ്പോൾ പോലും അതിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഒരാളുടെ ചൈതന്യത്തിന് തുല്യമല്ല. അപ്പൊ അതുകൊണ്ട് അചേതനമായ അഗ്നിയിലേക്ക് ഹോമിക്കുന്നത് സചേതനമായ ചൈതന്യവത്തായ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഒരാൾക്ക് കൊടുക്കുന്നതിൻ്റെ അത്ര ശ്രേഷ്ഠം അല്ല. അത് മോശമാണെന്നല്ല, അതിലും ഭേദം മറ്റേത്. ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ആൾക്കാരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ സേവിക്കുന്നതാണ് അഗ്നിയെ സേവിക്കുന്നതിനേക്കാൾ നല്ലത് എന്നർത്ഥം. കാരണം പരമഹംസ പദവിയെ അലങ്കരിക്കുന്ന ഉത്തമദ്വിജർ, ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അത് സാധാരണ നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ജാതി വിഭാഗത്തെ പറ്റി അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. പരമഹംസ പദവിയെ അലങ്കരിക്കുന്ന ഉത്തമദ്വിജർ, നമുക്ക് പരിചിതരായിട്ടുള്ള പരമഹംസര് സന്യാസിമാരാണ്, അല്ലെ സന്യാസ രീതിയിലുള്ള ജീവിതം നയിച്ചവരാണ്. ഇവിടെ അവരെ ഉത്തമദ്വിജർ എന്നാണ് പറയുന്നത്, രണ്ടാമത് ജനിച്ചവർ.
അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസ് കോൺഷ്യസ്നെസ് അല്ല ഇവിടെ ഉള്ളത്. ഇതൊരു ആ ടൈപ്പുള്ള ക്ലാസിഫിക്കേഷൻ അല്ല. പരമഹംസ പദവിയെ പ്രാപിച്ചവർ, സുപ്രീമായിട്ടുള്ള തലത്തിലുള്ളതിനെ അറിഞ്ഞവർ, പരമഹംസ പദവിയെ അലങ്കരിക്കുന്ന ഉത്തമ ദ്വിജന്മാർ ജഗതീശ്വരനായ ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെ ശരിക്കും അറിഞ്ഞവരാകുന്നു. അഗ്നിക്ക് അതറിയില്ല. നേരെ മറിച്ചിട്ട് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ഒരാൾക്ക് ജഗതീശ്വരനായ ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെ ശരിക്കും അറിയാം. അതുകൊണ്ടാണ് അവർ അഗ്നിയേക്കാൾ, ബിംബങ്ങളെക്കാൾ, പ്രതീകങ്ങളെക്കാൾ, പ്രതിമകളെക്കാൾ ആരാധന യോഗ്യരാണ് എന്ന് പറയാൻ കാരണം. ചൈതന്യരഹിതമായ അഗ്നിക്ക് അതറിയാൻ കഴിയുന്നതല്ല. പരമഹംസന്മാർ ഭഗവാന്റെ സ്വരൂപം തന്നെയുള്ളവരാകയാൽ അവരോട് കാണിക്കുന്ന ആദരം ഭഗവാനെ ആദരിക്കുന്നതിന് സമം തന്നെ. പരമമായതിനെ അറിഞ്ഞവര് ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. ഇപ്പൊ ഞാനും നിങ്ങളുമൊക്കെ പരമമായ തത്വത്തെ അറിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ സ്വരൂപത്തിലാണ് വിളങ്ങുക. അതായത് ഭഗവാന് നമ്മൾ കൽപ്പിക്കുന്ന സ്വരൂപങ്ങളാണ് 4 കൈയും 8 കൈയും 10 തലയും 100 തലയും ഒക്കെ. ഭഗവാനെ അറിഞ്ഞവരുടെ സ്വരൂപം എന്താണോ അതാണ് ഭഗവാന്റെ സ്വരൂപം. ഇപ്പൊ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാനെ ആരാധിക്കാം. അതിൽ ചില രൂപങ്ങളാണ് ശില്പശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. ശില്പശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള രൂപങ്ങളിൽ മാത്രമേ ഈശ്വരനെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നമ്മുടെ വെറുതെ ഇരിക്കുമ്പോഴുള്ള തോന്നലുകളല്ല. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തോന്നലുണ്ടാവുന്നു, അത് ഡിവൈൻ ഇൻസ്പിറേഷൻ ആണെന്ന് ധരിച്ച് അതിൻ്റെ പുറകെ പോകുന്നു. അതൊന്നും ഡിവൈൻ ഇൻസ്പിറേഷൻ ആയിക്കൊള്ളണം എന്നില്ല. അതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന തോന്നലുകൾക്ക് തുല്യമായ മറ്റൊരു തോന്നൽ മാത്രമായിരിക്കാം. അതുകൊണ്ട് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ തോന്നലിന് ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ തോന്നലിനേക്കാൾ വലിയ പ്രത്യേകതയൊന്നും സാധാരണഗതിയിലില്ല. പക്ഷേ ഇടയ്ക്ക് ഒരു ഡിവൈൻ ഇൻസ്പിറേഷൻ ഉണ്ടാകും. ആ ഡിവൈൻ ഇൻസ്പിറേഷൻ ഉണ്ടാകുമ്പോൾ തോന്നുന്ന ചില രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളാണ് അങ്ങനെ പലർക്കും തോന്നിയിട്ടുള്ള രൂപങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന പല രൂപങ്ങളും. അത് നമുക്കും ഉണ്ടാകാം. ഇതുവരെ ഒന്നും കാണാത്ത ചില രൂപങ്ങൾ നമ്മുടെ ഉള്ളിൽ ഡിവൈൻ ഇൻസ്പിറേഷൻ കൊണ്ട് ഉരുത്തിരിഞ്ഞ് വന്നേക്കാം. വളരെ അപൂർവമാണത്, വന്നേക്കാം. അങ്ങനെ ഉള്ള രൂപങ്ങളിൽ നമുക്ക് ഈശ്വരനെ ആരാധിക്കാം. അങ്ങനെ അല്ലാതെ ഈശ്വരന് പ്രത്യേകിച്ച് ഒരു രൂപമൊന്നുമില്ല. എല്ലാ രൂപങ്ങളും ഈശ്വരനാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന സകല രൂപങ്ങളും ഈശ്വരനായി. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച, പട്ടി, കോഴി, നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന പഴുതാര, പാമ്പ്, പൂമ്പാറ്റകള്, ഇതെല്ലാം ഈശ്വര സ്വരൂപം തന്നെയാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഈശ്വരനെ ആരാധിക്കുക. ഏത് രൂപം വേണമെങ്കിലും ഈശ്വരന് നമ്മുടെ അടുത്തേക്ക് എത്താൻ സ്വീകരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ആണ് ഇവിടെ എടുത്തു പറയുന്നത് പരമഹംസന്മാർ ഭഗവാന്റെ സ്വരൂപം തന്നെയുള്ളവരാകുന്നു. ഞാൻ പരമഹംസനായാൽ എൻ്റെ രൂപം അല്ലല്ലോ നിങ്ങളുടെ രൂപം. അപ്പം നമ്മുടെയൊക്കെ രൂപങ്ങളിൽ ഭഗവാന് വിലസാം. പരമഹംസന്മാർ ഭഗവാന്റെ സ്വരൂപം തന്നെയുള്ളവരാകയാൽ അവരോട് കാണിക്കുന്ന ആദരം, പരമഹംസന്മാരോട് കാണിക്കുന്ന ആദരം ഭഗവാനെ ആദരിക്കുന്നതിന് സമം തന്നെ, തുല്യം തന്നെയാണ്.